ഇന്ന് ഉലുവ കഞ്ഞി ഉണ്ടാക്കാം. ഇത് നല്ല ഔഷധ ഗുണമുള്ളതാണ്. കർക്കിടകമാസി മാത്രമല്ല, വല്ലപ്പോഴും ഒക്കെ ഇത് ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ്. കഞ്ഞി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒന്നിയിൽ പായസപ്പച്ചരി, ഇത് കണ്ടോ, ഇതാ പായസപ്പച്ചരി, അതായത് ഉണക്കലരി. നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുമല്ലോ പായസപ്പച്ചരി എന്നും പറഞ്ഞുകൊണ്ട്, അതായത്. അല്ലെങ്കിൽ പിന്നെ ഗോതമ്പ് നുറുക്ക്, ഞവര അരി, അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് മട്ട റൈസ് വേണമെങ്കിൽ ഉപയോഗിക്കാം. മട്ട റൈസ് ആവുമ്പം ഇച്ചിരി വേവ് കൂടുതലായിരിക്കുമെന്നേ ഉള്ളൂ, നല്ലപോലെ വേവിച്ചെടുത്താൽ മതി. ഞാനിപ്പം ഉപയോഗിക്കുന്നത് ഞവര അരിയാ. അങ്ങാടിക്കടയിലും സൂപ്പർ മാർക്കറ്റിലും ഒക്കെ കിട്ടും ഇത്. പറ്റുവാണെങ്കിൽ ആവുന്നത് ഞവരേരി തന്നെ ഉപയോഗിക്കാൻ നോക്കണം, കിട്ടുവാണെങ്കിൽ. അതിനാ ഔഷധ ഗുണം കൂടുതലുള്ളത്. പിന്നെ 1/2 കപ്പ് ഞവരരിയും. ഇനി ഇതിലേക്ക് ഒരു 4 ടീസ്പൂൺ, 1 ടീസ്പൂൺ എന്ന് പറയുന്നത് ഇതിനകത്ത് കൊള്ളുന്നതാ. ഞാൻ പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റിൽ സെർച്ച് ചെയ്തപ്പം 3 ടീസ്പൂൺ ആണ് 1 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ കയ്യിലുള്ള ടീസ്പൂൺ വെച്ച് 2 ടീസ്പൂൺ ആകുമ്പം തന്നെ എൻ്റെ കയ്യിലുള്ള 1 ടേബിൾ സ്പൂൺ നിറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. 4 ടീസ്പൂൺ ഉലുവ, ഇത് രണ്ടും കൂടി നല്ലതുപോലെ കഴുകിയെടുക്കണം. ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. കഴുകിയെടുത്ത അരിയും ഉലുവയും കൂടെ ഇതിലേക്കിട്ട് ഒരു 3 കപ്പ് വെള്ളവും ഒഴിച്ച് ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് ഒരു 2 വിസിൽ കേൾപ്പിച്ചിട്ട് തീ ഓഫ് ചെയ്യണം. പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്ന് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇത് വെന്തു പോയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ജീരകപ്പൊടി ഒരു 4 ടീസ്പൂണ്, പെരുംജീരകമല്ല ക്യുമിൻ സീഡ്. ഇനി തേങ്ങയും കൂടി അരച്ച് ചേർക്കാം. അതിനായിട്ട് ഒരു 3/4 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഞാൻ തേങ്ങ അരച്ച് ചേർക്കുക, തേങ്ങാപ്പാലല്ല എടുക്കുന്നത്. തേങ്ങാപ്പാൽ എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ 1-ാം പാല് മാറ്റി വെച്ചിട്ട് 2-ാം പാലും 3-ാം പാലും എടുക്കണം. 3-ാം പാൽ ഒഴിച്ച് വേണം ഞവരരി ഉലുവയും കൂടി വേവിക്കാൻ വേണ്ടി വെക്കാൻ. വെന്ത് കഴിഞ്ഞ് 2-ാം പാൽ ഒഴിച്ച് നല്ലതുപോലെ തിളപ്പിച്ചതിന് ശേഷം അവസാനം വേണം നമ്മൾ 1-ാം പാൽ ഒഴിച്ച് ഉടൻ തന്നെ തീ ഓഫ് ചെയ്യണം. പിന്നെ ജീരകപ്പൊടി ഇല്ലെങ്കിൽ നമ്മൾ ഈ തേങ്ങയുടെ കൂടെ ഒരു 4 ടീസ്പൂൺ ജീരകം ഇട്ട് തേങ്ങയും ജീരകവും കൂടെ അരച്ചെടുത്താൽ മതി. 1/4 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തേക്കുന്നത്. അതും ഇതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കണം. ഞാൻ അരച്ചെടുത്ത്, പക്ഷെ കുറച്ചും കൂടെ അരയാനുണ്ട്. ഒന്ന് ഇളക്കിയിട്ടിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് അരയ്ക്കാം. 1/4 കപ്പ് വെള്ളവും കൂടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിൽ നിന്ന് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കാം. കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം പുറത്തേക്ക് കളയുകയും ചെയ്യും, നല്ലതുപോലെ അരഞ്ഞു കിട്ടത്തതുമില്ല. നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന കഞ്ഞിയിലേക്ക് ഇതൊഴിക്കാം. നമുക്ക് തേങ്ങ അരച്ചത് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം മിക്സിയിൽ ഒഴിച്ച് കലക്കി ഒഴിക്കാം. കഞ്ഞി വെള്ളം കുറവാണല്ലോ, അതുകൊണ്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 കപ്പ് വെള്ളവും കൂടി എടുത്ത് കുറച്ച് ജാറിൽ കലക്കി ഒഴിച്ച് എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇനി തീ കത്തിക്കാം. ബാലൻസ് ഇരിക്കുന്ന വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ആകെ 4.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കഞ്ഞി എങ്ങനെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ചിലർക്ക് കുറുകിയിരിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് വെള്ളം പോലെ ഇരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് അവരവരുടെ ഇഷ്ടം അനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് തിളയ്ക്കട്ടെ. നടുവേദനയ്ക്കും സന്ധിവേദനയ്ക്കും ഒക്കെ ഇത് നല്ലതാണെന്നാണ് പറയുന്നത്. ഇത് പിന്നെ പ്രമേഹ രോഗികൾക്ക് നല്ലതാണ്. ഉലുവയൊക്കെ ചേർക്കുന്നില്ലയോ, ഉലുവ തണുപ്പാന്നാണ് പറയുന്നത്. അതുകൊണ്ട് വാതരോഗമുള്ളവർ ജീരകം ചേർക്കാതിരിക്കരുത്. പിന്നെ ജീരകം ഗ്യാസിൻ്റെ ശല്യമൊന്നും ഉണ്ടാവുകയും ഇല്ല ജീരകം ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ഉലുവയും ജീരകപ്പൊടിയും ഞാൻ 4 ടീസ്പൂൺ വീതമാണ് എടുത്തേക്കുന്നത്. ഞാൻ ഗ്രാമിൻ്റെ അളവും കൊടുത്തിട്ടുണ്ട്. ഏതാ സൗകര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചാൽ മതി. നമ്മൾ എല്ലാവരും ഈ സമയത്ത് കഴിക്കുന്നത് നല്ലതാണ്. പ്രതിരോധ ശേഷിക്കും ആരോഗ്യത്തിനും എല്ലാത്തിനും നല്ലതാണ്. ട്രൈ ചെയ്ത് നോക്കണം. ഈ കഞ്ഞിക്ക് വേണ്ടുന്ന സാധനങ്ങൾ എല്ലാവരുടെയും വീട്ടിൽ ഉള്ളതാണല്ലോ. പിന്നെ ഇത് എളുപ്പം ഉണ്ടാക്കാനും പറ്റും. ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഇനി ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് പെട്ടെന്ന് അടിക്ക് പിടിക്കും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ തിളച്ച് തുടങ്ങുമ്പം പിന്നെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഇതിലേക്ക് ഒരു 2 നുള്ള് ഇന്തുപ്പ് ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏതുപ്പാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇട്ടാൽ മതി. മരുന്നിനൊക്കെ നമ്മൾ കൂടുതൽ ഇന്തുപ്പാണ് ഉപയോഗിക്കുന്നത്.
ഇട്ട് കലക്കി നല്ലതുപോലെ തിളച്ച് തുടങ്ങി കഴിയുമ്പം ഒരു 3 മിനിറ്റ് പിന്നെ തിളപ്പിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഉള്ളി വറുത്തിടാം. അതിനായിട്ട് പാത്രം വെച്ച് ചൂടായി കഴിയുമ്പം 2 ടീസ്പൂൺ നെയ്യ് ഇഷ്ടമല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും മതി. ഇതിലേക്ക് ചെറിയ ഉള്ളി ഒരു 8 എണ്ണം നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് ഇളക്കി ഒന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം വേണ്ട ഫ്രൈ ആയി. ഇനി തീ ഓഫ് ചെയ്യുക. ഇനി ഇത് കഞ്ഞിയിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഇളക്കണം. ഇനി പാത്രത്തിലേക്ക് മാറ്റാം. ഇത് കഴിക്കേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ വെറും വയറ്റിൽ കഴിക്കണം, അല്ലെങ്കിൽ രാത്രിയിലത്തെ ഭക്ഷണമായിട്ട് നമുക്കിത് കഴിച്ചാൽ മതി. അടുപ്പിച്ച് 7 ദിവസം അല്ലെങ്കിൽ 14 ദിവസം ഇങ്ങനെ മരുന്ന് കഞ്ഞി കുടിക്കണമെന്നാണ് പറയുന്നത്. കർക്കിടക മാസത്തിലെ എല്ലാ ദിവസവും ഓരോ തരത്തിലുള്ള മരുന്ന് കഞ്ഞി കുടിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. നോൺ വെജ് ഉപയോഗിക്കാതെ കഴിക്കണമെന്നാണ് പറയുന്നത്. ഇനി ഒരു ബൗള് കഞ്ഞിയിലേക്ക് കുറച്ച് ഉള്ളി വറുത്തത് ഞാൻ മാറ്റി വെച്ചിരുന്ന് അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. കുട്ടികൾക്ക് മധുരം കൂടി ചേർത്താൽ അവർക്ക് ഇഷ്ടമായിരിക്കുമല്ലോ. അതുകൊണ്ട് കരിപ്പൊട്ടി ഉരുക്കിയതാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒരു പാത്രത്തിലേക്ക് കരിപ്പൊട്ടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കാം. കരിപ്പൊട്ടി ഇല്ലെങ്കിൽ ശർക്കര എടുത്താലും മതി. എത്ര മധുരമാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചേർത്ത് കൊടുത്താൽ മതി. 1/4 കപ്പ് കരിപ്പൊട്ടി ഉരുക്കിയതാണ് ഞാൻ എടുത്തത്. അതിൽ നിന്ന് കുറച്ച് മാത്രമേ ഉപയോഗിച്ചുള്ളൂ. അതുകൊണ്ട് ബാലൻസ് ഇത്രയും ഇരിപ്പുണ്ട്. നമ്മൾ വിചാരിക്കും ഉലുവയൊക്കെ ചേർക്കുന്നതുകൊണ്ട് കയ്പ്പ് കാണുമെന്ന്. കയ്പ്പൊന്നുമില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഒരു 1/4 കപ്പ് അരി വെച്ച് കഞ്ഞി വെച്ച് നോക്ക്. അപ്പോൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ പിന്നെ ഉണ്ടാക്കി കഴിക്കാമല്ലോ. ഇതുവരെയും ഇതേപോലത്തെ കഞ്ഞി ഉണ്ടാക്കി കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്